പാലക്കാട് ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണത്തിനായി 2 ഡോക്ടർമാരെ നിയോഗിച്ചു. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ കടുത്ത നടപടി ഉണ്ടാകുമെന്നും DMO പറഞ്ഞു. ഇതിപ്പോൾ ഒരു പ്രിലിമിനറി ആയിട്ടുള്ളൊരു അന്വേഷണമാണ്. എന്താണ് ഉണ്ടായിട്ടുള്ള കാര്യമായിട്ട് ഡോക്ടർ പത്മനാഭൻ കോട്ടത്തറ ഹെൽത്ത് സൂപ്രണ്ട് ഓർത്തോപെഡിക് സർജനാണ്. ഒരു ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യാണ് ഇപ്പോൾ തൽക്കാലം എൻക്വയറി നടത്താനായിട്ട് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് എനിക്ക് കിട്ടാനായിട്ട്. അതിനുശേഷം വകുപ്പും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് ഉണ്ട്. അജിത് ബാബു ചേരുന്നു. അജിത്ത്, വലിയ ചികിത്സാ പിഴവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നതല്ലേ? 9 വയസ്സുകാരിക്ക് കൈ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് പിടികിട്ടുന്നത്. ലക്ഷ്മി പത്മ, ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. അതായത് നമ്മൾ 24-ാം തീയതിയാണ് ഈ കുട്ടി ഇവിടെ ചികിത്സക്കായി കൈയൊടിഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തുന്നത്. അതിനുശേഷം ആ ചികിത്സ തേടുന്നു, കയ്യിൽ പൊട്ടലുണ്ടെന്ന് കണ്ടെത്തുന്നു, ബാൻഡേജ് ഇടുന്നു, അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം പിറ്റേ ദിവസം വേദന സഹിക്കാൻ കഴിയാതെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ ഇത്തരത്തിൽ വേദനയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പെയിൻ കില്ലർ ഉൾപ്പെടെ നൽകുന്നു. പിന്നീട് 5 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോഴേക്കും ഈ കൈയുടെ സാഹചര്യമാകെ മോശമായിരുന്നു. പഴുപ്പ് ഉൾപ്പെടെ കയറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കുന്നത്, ഇതിലിപ്പോൾ ഒരു വിഭാഗം ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതായത് ഈ ബാൻഡേജ് വളരെ മുറുക്കെ, പ്ലാസ്റ്റർ ഇട്ടത് വളരെ മുറുക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ രക്തഓട്ടം ഉൾപ്പെടെ നടക്കാതെ വരുന്ന സാഹചര്യവും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് ഈ കയ്യിലൊരു ചെറിയ പൊട്ടലുണ്ടായിരുന്നു, മുറിവുണ്ടായിരുന്നു. ആ മുറിവിൽ ഇത്തരത്തിൽ ആ വെയിന് നരമ്പുകൾക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ രക്തഓട്ടം ഉൾപ്പെടെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും കൂടി ഒരു വിഭാഗം പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഈ 2 അഭിപ്രായങ്ങളുമുണ്ട്. ഇത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചെന്നുള്ള വ്യക്തത നേടാൻ വേണ്ടിയാണ് ഇപ്പോൾ 2 ഡോക്ടർമാരുടെ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയാണ് നടക്കുക. 2 പേരും ഇത്തരത്തിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് DMOയ്ക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഏതാണെങ്കിലും വലിയ ഗുരുതരമായ, നമുക്കറിയാം, ഒരു ജീവിതകാലം മുഴുവൻ ആ കുട്ടിക്കിനി ആ കൈ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് എന്ത് പകരം നൽകിയാലും പ്രതിവിധിയാവാത്തൊരു കാര്യമാണ്. ഡോക്ടർ പത്മനാഭൻ, ഡോക്ടർ കാവ്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിലായിരിക്കും ഈ കാര്യത്തിൻ്റെ ഏതാണെങ്കിലും നിജസ്ഥിതി കണ്ടെത്താൻ കഴിയുക. നിലവിൽ ഏതായാലും പ്രഥമ ദൃഷ്ടിയ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് ഇതിലൊരു വീഴ്ചയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി സർക്കാർ ഇക്കാര്യത്തിൽ, ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ പഠനം നടത്തിയതിന് ശേഷമായിരിക്കും ഒരു നടപടികളിലേക്കൊക്കെ പോകുക. ഏതാണെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അല്പസമയത്തിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് DMOയുടെ ഓഫീസ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ പ്രതിഷേധങ്ങളടക്കം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ കോഴിക്കോട് ആണ് ഈ കുട്ടി ചികിത്സയിലുള്ളത്. കുടുംബം ഇത്തരത്തിൽ അല്പസമയത്തിന് മുമ്പ് DMOയ്ക്ക് പരാതി നൽകി. നെന്മാറ MLA ബാബു ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ DMO അറിയിച്ച് ചർച്ച നടത്തി. ഇക്കാര്യത്തിൽ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒരു കുഞ്ഞിന് കൈ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ചികിത്സാ പിഴവ് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അജിത് ബാബുവാണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്.